ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. സുധി ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് പൂജാമുറിയിൽ ഭയങ്കര പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പതിവില്ലാത്ത മണിയടി ശബ്ദമൊക്കെ കേട്ടിട്ട് എല്ലാവരും വന്ന് നോക്കുന്നുണ്ട്. രേവതി ആയിരിക്കും ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും വന്ന് നോക്കുന്നത്. പക്ഷെ സുധിയാണല്ലോ അത് ചെയ്യുന്നത്. എല്ലാവർക്കും അതൊരു അത്ഭുതം തന്നെയായിരുന്നു കേട്ടോ. സുധി പൂജയൊക്കെ ചെയ്തതിന് ശേഷം കർപ്പൂരം കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ചതിന് ശേഷം സുധിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇന്ന് പതിവില്ലാതെ എന്താണ് പൂജാമുറിയിലെ പൂജയൊക്കെ എന്ന്. നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ദൈവത്തിനോട് നന്ദി പറയണല്ലോ, അതിനു വേണ്ടിയിട്ടാന്ന് പറയണേ. അതെല്ലാം ശരി തന്നെയാണ്. നിനക്ക് എന്ത് നല്ല കാര്യമാണ് നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് രവി ചോദിക്കുന്നുണ്ട്. ആദ്യം എല്ലാവരും ചെന്നിരിക്കൂ, ഞാൻ എല്ലാവരോടുമായിട്ട് കാര്യം പറയാം എന്ന് പറയുന്നുണ്ട്. സുദീപ് കർപ്പൂരം കത്തിച്ച ആ വിളക്കെല്ലാം തിരികെ പൂജാമുറി തന്നെ കൊണ്ടുവച്ചതിന് ശേഷം എല്ലാവരുടെയും അരികിലേക്ക് ചെന്നിട്ട് പറയുവാണ്, അന്ന് ഒരു 5 കോടി രൂപയുടെ വീട് വാങ്ങുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞങ്ങൾ ഫൈനലൈസ് ചെയ്തു. ഇന്നലെ ഞങ്ങൾ പോയിട്ട് ആ വീട് കണ്ടു ആന്റി. വീട് നല്ല ഭംഗിയുണ്ട് എന്നുള്ള കാര്യം ശ്രുതിയും പറയാണേ. ഇത് കേട്ട് ചന്ദ്രയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട്. 5 കോടി രൂപ എന്ന് പറയുന്നുണ്ടല്ലോ, അത്രയും പൈസ നിന്റെ കയ്യിലുണ്ടോ എന്നാണ് സച്ചി ചോദിക്കുന്നത്. 5 കോടി രൂപയൊന്നും വേണ്ട, 5 കോടി വില മതിക്കുന്ന വീടാണ്. ഇപ്പോ ഞങ്ങൾക്ക് 3 കോടി രൂപയ്ക്ക് വരുത്താറാ എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് കേട്ട ഉടനെ തന്നെ സച്ചിക്ക് സംശയം തോന്നുന്നുണ്ട്. നോർമലി എല്ലാവരും വീടിന്റെ മതിപ്പ് വിലയേക്കാൾ കൂടുതലായിട്ടാണല്ലോ പറയാ. അപ്പോ അതിനകത്ത് എന്തോ പ്രശ്നമുണ്ടെന്ന് എല്ലാവരുടെ മുമ്പെന്നും സംശയം പ്രകടിപ്പിക്കുകയാണ് സച്ചി. അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, നോർമലി എല്ലാവരും 10-15 ലക്ഷമൊക്കെ കുറച്ചിട്ട് തരും എന്ന് കരുതിയിട്ട് 2 കോടി രൂപയൊക്കെ കുറച്ചിട്ട് ആരെങ്കിലും വീട് വിൽക്കുമോ? അങ്ങനെ പറഞ്ഞു കൊടുക്ക് ശ്രീകാന്തെ. ഉറപ്പായിട്ടും ആ വീട്ടില് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. ഒരുപക്ഷെ അത് പ്രേത വീടാവാനും സാധ്യതയുണ്ടെന്ന് പറയാണേ. സച്ചിയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോഴേക്കും ശ്രുതിക്കും ടെൻഷൻ ആവുന്നുണ്ട്. എന്തിനാണ് നല്ലൊരു കാര്യം പറയുന്ന സമയത്ത് നീ ഇടയിൽ കയറിയിട്ട് അവനെ പേടിപ്പിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നതെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രുതിയുടെ ഭയം മാറ്റാൻ വേണ്ടിയിട്ട് ശ്രുതിയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ മറ്റുള്ളവർ കുറുകെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ശ്രുതി അതൊന്ന് മൈൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട എന്ന് പറയാണേ. ഇത് കേട്ട സച്ചിയാണെങ്കിൽ ഞാൻ കുറുകെ ഒന്നും സംസാരിക്കാൻ വരുന്നില്ല, കാര്യം എന്താന്ന് വെച്ചാൽ പറയാൻ വേണ്ടിട്ട് പറയുന്നുണ്ട്. ആ വീട് വാങ്ങാൻ വേണ്ടിട്ട് ഞങ്ങൾ എന്തായാലും പ്ലാൻ ചെയ്തു. അതിന്റെ അഡ്വാൻസ് നാളെ കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ്. 3 കോടി രൂപ കൊടുക്കാൻ വേണ്ടിട്ട് നിന്റെ കയ്യിൽ അത്രയും പണം ഉണ്ടോന്ന് ചോദിക്കാണേ. അത്രയും പണമൊന്നും എന്റെ കയ്യിലില്ല. എന്താ നിന്റെ മലേഷ്യ അമ്മായിയപ്പൻ പണം തന്നോന്ന് ചോദിക്കാണേ. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി ആണെങ്കിൽ ഇരുന്നോടത്ത് എഴുന്നേറ്റിട്ട്, അല്ല ശ്രുതി, നിന്റെ അച്ഛൻ മലേഷ്യ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നോന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. ഇല്ല ആന്റി, അതൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ആ മറുപടി കേൾക്കുമ്പോൾ ചന്ദ്ര ഇരുന്നിടത്ത് തന്നെ തിരിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് 30 ലക്ഷം രൂപ കൊടുത്താൽ മതി അഡ്വാൻസ് ആയിട്ട്, ബാക്കി ലോൺ ഇടാന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ 30 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്റെ കയ്യിൽ പണം ഉണ്ടോ എന്ന് രവി സുധീരുടെ അടുത്ത് ചോദിക്കുന്നുണ്ടേ. അച്ഛ, അഭിലാഷ് തന്ന 10 ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ട്. പിന്നെ സബ് ഡീലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പണം തരാനുണ്ട്. അവര് ആ പണം തരാന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 30 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം. അതിനു മുമ്പായിട്ട് നാളെ അമ്പലത്തിൽ വെച്ചിട്ട് 5 ലക്ഷം രൂപ അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്ത് ഈ കച്ചവടം ഉറപ്പിക്കും. എന്നതിന് ശേഷം 2 ദിവസത്തേക്ക് നമ്മളെല്ലാവരും കൂടി അവിടെ പോയിട്ട് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ്. സ്റ്റേ ചെയ്തിട്ട് നമ്മുടെ കംഫർട്ടൊക്കെ നോക്കിയതിനു ശേഷം നമുക്ക് ആ വീട് മേടിച്ചാൽ മതി. അങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഓരോ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. 2 ദിവസം വീട്ടിൽ താമസിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വരണമെന്ന് അങ്ങനെ ഒരു ഓർഡർ ഇടുന്നത് പോലെയാണ് കേട്ടോ ശ്രുതി പറയുന്നത്. പക്ഷേ ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും അവർക്ക് ജോലിക്ക് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവര് വരുന്നില്ല. ബാക്കി എല്ലാവരുടെ അടുത്തും പോകാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഞങ്ങള് വീക്കെൻഡിൽ വന്നിട്ട് അവിടെ കണ്ടോളാം എന്നുള്ള കാര്യം കൂടി വർഷയും പറയാണ്. എന്റെ ഒരു കാര്യം വരുമ്പോ ആർക്കും ഒന്നിനും നേരം ഉണ്ടാവില്ല, ആരും ഒന്നിനും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യം പിടിച്ചിട്ട് അവിടുന്ന് പോകുമ്പോഴേക്കും ശ്രുതി നീ ദേഷ്യപ്പെടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ശ്രുതിയെ പിടിച്ചു വെക്കുവാണേ. അങ്ങനെ ശ്രുതിയുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട എന്നുള്ള ഉദ്ദേശം മാത്രമല്ല, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും വില്ലങ്കം ഉണ്ടോ എന്നുള്ള കാര്യം അറിയാനും കൂടി വേണ്ടിയിട്ട് ശ്രീകാന്തിന്റെ അടുത്ത് 1 മിനിറ്റ് വാ എന്ന് പറഞ്ഞ സച്ചിയും അതുപോലെ വർഷയുടെ അടുത്ത് 1 മിനിറ്റ് വാ എന്ന് പറഞ്ഞിട്ട് രേവതിയും മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എടാ നമുക്കും കൂടി പോവാടാ. പൊതുവെ സുധേട്ടന്റെ ഒരു കാര്യത്തിലും സച്ചിയേട്ടൻ പോവാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുന്നതല്ലോ. അല്ലടാ, ഇനിയിപ്പോ നമ്മൾ ചെന്നിട്ടില്ലെങ്കിൽ അവൻ പറയും അവൻ വീട് വാങ്ങിക്കുന്നതിൽ നമുക്ക് അസൂയാണ്, അതുകൊണ്ടാണെന്ന്. അത് സുധേട്ടൻ എന്തായാലും സച്ചിയേട്ട പറയും. അത് മാത്രമല്ല ശ്രീകാന്ത്, അവൻ 5 കോടിയുടെ വില മതിക്കുന്ന വീട് 3 കോടിക്ക് മേടിക്കാൻ വേണ്ടി പോകുന്നു എന്നല്ലേ പറഞ്ഞത്. അതില് എന്തോ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ എന്തെങ്കിലും കുഴിയിൽ അവൻ പോയി ചാടണ്ട എന്നുകൂടി വിചാരിച്ചിട്ടാണ് ഞാൻ പോവാന്ന് പറഞ്ഞത്. സച്ചേട്ടൻ അങ്ങനെയാണല്ലേ പറയുന്നത്? ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ വരാന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് രേവതിയും വർഷയുടെ അടുത്ത് സംസാരിക്കുന്നത്. വർഷയും ഓക്കെ പറയാൻ കേട്ടോ. അങ്ങനെ 2 പേരും കൂടി വന്നിട്ട്
ശരി സുധിയേട്ടാ, ഞങ്ങൾ രണ്ടുപേരും കൂടി വരാ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. നീ സത്യമാണോ പറയുന്നത് ചോദിക്കുമ്പോൾ സുധിയേട്ടനെ കയ്യിലടിച്ചിട്ട് നീ സത്യമാണെന്നുള്ള കാര്യം ഞാൻ പറയണോന്ന് ചോദിക്കുകയാണ്. അതൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് 2 ദിവസം ആ വീട്ടിൽ താമസിക്കാൻ വേണ്ടി പോകുന്നു. അതൊക്കെ ഇരിക്കട്ടെ, എല്ലാം എടിപിടിയെന്നുള്ള കാര്യമൊന്നും ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നോക്കി കണ്ടിട്ടൊക്കെ ചെയ്യണം. ഇല്ലെങ്കിൽ പൈസ കൊണ്ടുള്ള കളിയാണ്, സൂക്ഷിക്കണം എന്നൊക്കെ രവി പറയുന്നുണ്ട്. പക്ഷെ ഇത് കേട്ട് ചന്ദ്രയ്ക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ എന്തിനാണ് ഈ പഴംപുരാണം ഇങ്ങനെ പറയാൻ നിൽക്കുന്നത്? നിങ്ങളെപ്പോലെ പണ്ടത്തെ കാലത്ത് ഒന്നും ചെയ്യാതെ എല്ലാത്തിനും പണം വരട്ടെ വരട്ടെ എന്നുള്ള കാര്യം നോക്കിയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും ഒന്നും മേടിക്കാൻ വേണ്ടി പറ്റില്ല. എത്രയും പെട്ടെന്ന് തന്നെ വീട് വാങ്ങുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് സുധിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ചന്ദ്ര സംസാരിക്കുന്നത്. സുധിയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിയിട്ട് തന്നെയാണ് ഇങ്ങനൊരു കാര്യത്തിലേക്ക് ഏർപ്പെടാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒരു മിസ്റ്റേക്കും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് താൻ എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ക്ലിയർ ആയിട്ടാണ് പോകുന്നതെന്നുള്ള മട്ടിലൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. ദിവസമാണെന്നുണ്ടെങ്കിൽ രേവതി അമ്മയെ കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. രേവതിക്ക് മണ്ഡപ ഡെക്കറേഷൻ ഓർഡറിന്റെ ബാലൻസ് ആയിട്ട് 7000 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പങ്ക് അമ്മയ്ക്കും അതുപോലെ ദേവുവിനും ശരത്തിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ അവർ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി ആ അമ്പലത്തിലേക്ക് കയറി വരുന്നത്. അവരുടെ വരവ് കാണുമ്പോൾ അല്ല ശ്രുതി എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങള് പുതിയ വീട് വാങ്ങാൻ വേണ്ടി പോവാന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അർച്ചന ചെയ്തതിന് ശേഷം അഡ്വാൻസ് കൊടുത്തോളൂ, അത് നല്ലതാവെന്ന് പറയുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ വന്ന് പറയാന്നുള്ള കാര്യം കൂടി രേവതി പറയുമ്പോൾ അത് ശ്രുതിക്ക് അത്രയങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ റെക്കമെൻഡേഷന്റെ കാര്യമില്ലല്ലോ, ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. രേവതിയുടെ കാര്യങ്ങൾ നോക്കിക്കോ എന്ന് പറയുകയാണേ. അല്ല ശ്രുതി, നീ മാലയൊക്കെ മേടിച്ചിട്ടാണോ വന്നത്? നമ്മുടെ കടയിൽ നിന്ന് മേടിച്ചാൽ പോരായിരുന്നു? ഞാൻ പണം പോലും വാങ്ങില്ലായിരുന്നല്ലോ. ആന്റി, അത് ശരിയല്ല, ദൈവത്തിന്റെ കാര്യമല്ലേ, മാല വാങ്ങുന്ന സമയത്ത് നമ്മൾ പണം കൊടുത്ത് തന്നെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആളെ പോലെ ശ്രുതി അമ്പലത്തിനുള്ളിലേക്ക് അങ്ങ് കയറുവാണ് കേട്ടോ ചെയ്യുന്നത്. ശ്രുതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് കേൾക്കുമ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അല്ല ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പോകുന്നത്? ഇത് നമ്മളെല്ലാവരും ഒരു കുടുംബമല്ലേ, അതുകൊണ്ടാണ് ഞാൻ പൈസയൊന്നും വേണ്ട വെറുതെ മാല കൊടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞത്. നമ്മള് ഒരു കുടുംബമാണെന്നുള്ള കാര്യം അമ്മ മാത്രം വിചാരിച്ചാൽ മതിയോ? അത് അവർക്കും കൂടി തോന്നണ്ടേ? അമ്മ വാ നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങ് നടക്കുവാണേ. അങ്ങനെ ശ്രുതി ഉള്ളിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു കുടം നിറയെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ശ്രുതിയുടെ കാല് തട്ടിയിട്ട് മറിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ശ്രുതി നീ നോക്കി നടക്കണ്ടേ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. ഞാൻ കണ്ടില്ല അവിടെ കുടം ഉണ്ടായിരുന്നത്. ശരി കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു പൂജാരി ആ കുടം എടുത്തിട്ട് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. ഇവര് കുടം തട്ടിയിട്ട് മറിഞ്ഞതൊക്കെ രേവതിയും അതുപോലെ തന്നെ ലക്ഷ്മിയും അവിടെ നിന്ന് കാണുന്നുണ്ട്. അതിനിടയ്ക്ക് ദേവ് ചോദിക്കുന്നുണ്ട്, ചേച്ചി അവരെന്താ അഡ്വാൻസ് കൊടുക്കുന്ന കാര്യത്തെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞതെന്ന്. അതോ അവര് പുതിയൊരു വീട് വാങ്ങാൻ വേണ്ടി പോവാണ്. അത് വലിയൊരു ബംഗ്ലാവാണ്. അവര് ഹിൽ ടോപ്പിൽ ഒരു ബംഗ്ലാവ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. 3 കോടിയാന്ന് കേട്ട ഉടനെ തന്നെ ശരത്ത് 3 കോടിയൊന്ന് ചോദിക്കുന്നുണ്ട്. നോർമലി തന്നെ ഒരു ഓവറായിട്ട് സീൻ ഉണ്ടാക്കും. ഇപ്പൊ ഇതും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ പറയണോ? അവരുടെ ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ വേണ്ടി തുടങ്ങല്ലോ എന്നൊക്കെ ദേവ് പറയുന്നുണ്ട്. അവരിങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിലും ലക്ഷ്മിയുടെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷൻ നമ്മുടെ രേവതി ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? മറ്റൊന്നും അല്ലടി, ശ്രുതി പറഞ്ഞില്ലേ അവര് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാ പോകുന്നതെന്ന്. അവളുടെ കാല് തട്ടിയിട്ടാണ് കുടത്തിലെ വെള്ളം ചിന്തിയത്. ശകുനം ശരിയല്ലല്ലോ എന്നുള്ള കാര്യം പറയുമ്പോ ശകുനം ശരിയല്ലെന്നോ? അതേടി, അമ്പലത്തിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടന്നത്. ഇത് അപശകുനമാണ്. നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അവര് വന്നത്. ഇന്ന് ശകുനം ശരിയല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് പറഞ്ഞിട്ട് വന്നാലോ എന്ന് രേവതി പറഞ്ഞു പോകുമ്പോഴേക്കും ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞു കഴിഞ്ഞാൽ അവര് കേൾക്കോ? നീ അസൂയ കൊണ്ട് പറയാന്നുള്ള കാര്യം വിചാരിക്കുക. അതേ ചേച്ചി, അതിനും അവൾ ഒരുപാട് സംസാരിക്കും. രേവതി, നീ ഒരു കാര്യം ചെയ്യേ, അവര് പോയി കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ അവിടെ പോയിട്ട് ഒരു തേങ്ങ ഉടച്ചേക്ക്, അവർക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് കടയിലേക്ക് പോവാണ് കേട്ടോ ദേവും അതുപോലെ ശരത്തും അമ്മയും കൂടി ചേർന്നിട്ട്. പക്ഷെ രേവതി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇവിടെ അഡ്വാൻസ് കൈമാറാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട്. ഇത് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ 5 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ നേരെ നീട്ടുന്നുണ്ട്. ബാക്കി പണം ഞാൻ സബ് ഡീലേഴ്സിന്റെ അടുത്ത് മേടിച്ചിട്ട് നിങ്ങൾക്ക് ഉടനെ തന്നെ കൊണ്ടുതരാം. ഇത് കേട്ട് അദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ ബാക്കി 25 ലാക്സ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ക്യാഷ് ആയിട്ട് തന്നെ തന്നാ മതി. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായി കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് പഠിച്ച ആളാണ്. നിങ്ങൾ മുന്നേറി വരുന്ന ഒരു ബിസിനസ്മാൻ ആണ്. എന്റെ കയ്യിൽ നിന്നും ഈ വീട് വാങ്ങിയിട്ട് നിങ്ങൾ മുന്നേറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ പേര് പറയുമല്ലോ. അതുകൊണ്ടും കൂടിയാണ് ഞങ്ങൾ ഈ വീട് നിങ്ങൾക്ക് തരുന്നത്. ഒരുപാട് നന്ദിയുണ്ട് സർ. എന്തായാലും അഡ്വാൻസ് തരാലോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് പണം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ അഡ്വാൻസ് തന്നതിന്റെ ഒരു എഗ്രിമെന്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ സൈൻ ചെയ്ത് തരാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോഴേക്കും രേവതി ഇതെല്ലാം കണ്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ടല്ലോ. രേവതി ശ്രുതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ്. എന്താ രേവതി വിളിച്ചത്? അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഈ സമയത്ത് നീ എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചിട്ട് കുറച്ചൊരു ദേഷ്യപ്പെടുന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. നീ അമ്പലത്തിലേക്ക് കയറി വരുന്ന സമയത്ത് കുടം നിന്റെ കാല് തട്ടിയിട്ട്
താഴെ വീണല്ലേ, ആ വീണു, അതിനിപ്പോ എന്താന്നാണ് ശ്രുതി ചോദിക്കുന്നത്. സാധാരണയായിട്ട് നിങ്ങൾ അമ്പലത്തിൽ വരുന്ന സമയത്താണെങ്കിൽ കുഴപ്പമില്ല, ഇന്ന് നിങ്ങൾ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നത്, അതുകൊണ്ട് തന്നെ അതിന് ശകുനം ശരിയല്ല എന്ന് അമ്മ പറഞ്ഞു. ഇനി മറ്റൊരു ദിവസത്തേക്ക് നിങ്ങളെ കാര്യം പറയുമ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും കേൾക്കുന്നുണ്ട്. അത് ശകുനത്തെ കുറിച്ചൊക്കെ അറിയുന്നത് കേൾക്കുമ്പോഴേക്ക് ശ്രുതിക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. രേവതി പറഞ്ഞതുപോലെ തന്നെ എനിക്കും ആ കുടം തട്ടിയത് എന്തോ ശകുനം ശരിയല്ലാത്തതുപോലെ തോന്നുന്നു. ഇനി മറ്റൊരു ദിവസം കൊടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി എന്തൊക്കെയായി പറയുന്നത്, ഞാൻ നടന്നു വരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കുടം തട്ടിയത്, അതും ഇതുമായിട്ട് എന്താണ് ബന്ധം? ഇവരുടെ കയ്യിൽ നിന്ന് പണം കിട്ടില്ലോ എന്നുള്ള ടെൻഷനും അവർക്കുണ്ട് കേട്ടോ. അവരുടെ അരികിലേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് ഇതാരാണെന്ന്. ഇത് എന്റെ അനിയന്റെ ഭാര്യയാണ്. ഓ, സ്വന്തക്കാരാണല്ലേ, അപ്പോ ഇങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ. അല്ലെങ്കിലും നമ്മൾ നന്നാവുന്നത് ഏത് സ്വന്തക്കാർക്കാണ് ഇഷ്ടപ്പെടുന്നത്? അവര് അസൂയയില് ഇങ്ങനെയൊക്കെ പറയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെങ്കിലും പണം അടിച്ചു മാറ്റണല്ലോ. രേവതിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. രേവതിയെ കുറിച്ച് കുറ്റം പറയുന്നുണ്ടെങ്കിലും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല സർ, ഈ അമ്പലത്തിലാണ് ഇവര് സ്ഥിരമായിട്ട് പോക്കെട്ടുന്നതും ഈ അമ്പല സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് സർ. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ എന്തോ നിങ്ങൾ പറയുന്ന കാര്യമൊന്നും ഞങ്ങൾക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് അഡ്വാൻസ് ഒന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ മറ്റൊരു പാർട്ടിക്ക് കൊടുത്തോളാം എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ എന്തായാലും ശ്രുതി പണം കൊടുക്കുമല്ലോ. നിങ്ങൾ നല്ല ഫാമിലി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചത്. പക്ഷെ നിങ്ങളുടെ സംസാരം കേട്ടിട്ട് എന്തോ എനിക്ക് അത്ര ശരിയായിട്ട് വരുന്നത് പോലെ തോന്നുന്നില്ല. ഞങ്ങൾക്ക് ഈ വീട് വിട്ടിട്ട് വേണം പുറം നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നിങ്ങളെക്കാൾ കൂടുതൽ 50 ലക്ഷം രൂപ തരാന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. നീ എന്തായാലും ഫോൺ ചെയ്യ്, നമുക്ക് അവർക്ക് ഫൈനലൈസ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവർ മാറിന്ന് ഫോൺ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും ശ്രുതിയും അതുപോലെ ശ്രുതിയും അതൊന്നും അത്ര പ്രശ്നമുള്ള കാര്യമില്ല, ഞങ്ങൾ ഇന്ന് തന്നെ അഡ്വാൻസ് തരാം എന്ന് ശ്രുതി പറയാണേ. രേവതി നീ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് ചോദിച്ചിട്ട് രേവതിയുടെ അടുത്ത് ചൂടാവുന്നുണ്ട് ശ്രുതി. ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞതെന്ന് രേവതി പറയുന്നുണ്ടെങ്കിലും അതെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം, ശ്രുതി നീ പൈസ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവര് സൈൻ ചെയ്തിട്ട് പൈസ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അഗ്രിമെന്റിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. ബാങ്ക് ലോണിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവല്ലേ, അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ തരാം, കീ തരുന്ന സമയത്ത് എന്ന് പറയാണ്. അങ്ങനെ അവർ പോയി കഴിഞ്ഞിട്ടും ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ രേവതി പറഞ്ഞ ആ ശകുനത്തെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ്. പഠിപ്പില്ലാത്തവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ശ്രുതി അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണോ? അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരാൾ നന്നാവുന്നത് ഏത് സ്വന്തക്കാർക്കാണ് ഇഷ്ടപ്പെടുക? രേവതി അസൂയിലാണ് ഇതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു ശ്രുതി തന്നെ അവരുടെ കുഴി തോണ്ടുവാണ് കേട്ടോ ചെയ്യുന്നത്. അവരങ്ങ് പോകുമ്പോഴേക്കും ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു. രേവതി നീ എന്തിനാ അവരുടെ അടുത്ത് പോയി സംസാരിക്കാൻ നിന്നത്? അല്ല, കണ്ടിട്ട് അമ്മ എനിക്ക് സഹിച്ചില്ല, ഇപ്പം ആവശ്യത്തിനുള്ളത് നിനക്ക് കിട്ടിയില്ലേ, നിനക്ക് അസൂയ കൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞെന്നല്ലേ പറഞ്ഞത്. നമ്മള് മറ്റുള്ളവർക്ക് നല്ലതും ചെയ്യാൻ വേണ്ടി പോണ്ട, ചീത്തവും ചെയ്യാൻ വേണ്ടി പോണ്ട, അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അങ്ങനെ അവർ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് മണ്ഡപത്തിലെ മാനേജർ രേവതിയെ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. മുമ്പ് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഡെക്കറേഷനിൽ കണ്ട ഒരു സ്ത്രീ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും നിങ്ങളുടെ നമ്പർ മേടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് മറ്റൊരു മണ്ഡപത്തിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. രേവതിയുടെ അടുത്ത് ഉടനെ തന്നെ അങ്ങോട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട്. രേവതി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അമ്മയുടെ അടുത്തും ആ കാര്യം പറയുന്നുണ്ട്. രേവതി എന്നിട്ട് മണ്ഡപം ഡെക്കറേഷൻ ചെയ്യുന്ന അവിടേക്ക് ചെല്ലുന്നുണ്ട്. ആ ഫാമിലിയുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഓൾറെഡി നിന്റെ ഡെക്കറേഷൻസ് കണ്ടു, അതിൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നോർമലി ചെയ്യുന്ന ഡിസൈനിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മകളുടെ കല്യാണത്തിന് അത് വേണമെന്ന് ഞങ്ങൾക്ക് തോന്നി, അതിന് നന്ദിയൊക്കെ പറയുന്നുണ്ട്. ഇനി ഞങ്ങളുടെ കയ്യിൽ കുറച്ച് സാമ്പിൾസ് ഉണ്ട്, അത് ഞങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇനി അത് പോരാ എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ ഡെക്കറേഷൻസിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടൊക്കെ ചെയ്യാന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയിട്ട് മാനേജർ അടുത്ത് സംസാരിക്കാം എന്ന് പറയണേ. പക്ഷെ മാനേജർ അവിടുന്ന് പറയുന്നത് പുതിയ പാർട്ടിക്ക് കൊടുക്കില്ല, ഇവിടെ ഓൾറെഡി ഒരു പാർട്ടി ഉണ്ട്, അവരാണ് ഡെക്കറേഷൻസ് ചെയ്യുന്നത്, അല്ലാതെ മറ്റൊരാൾക്ക് ഞങ്ങൾ പുറമെ നിന്ന് കൊടുക്കില്ല എന്നാണ്. ഇത് നിങ്ങളടുത്ത് മണ്ഡപത്തിന്റെ ഓർഡർ എടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരയച്ചു തന്ന ഡിസൈൻസ് ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഈ പെൺകുട്ടി ചെയ്ത ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ട് ഇവൾക്ക് കൊടുക്കണമെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ അതൊന്നും നടക്കില്ല എന്നുള്ള കാര്യമാണ് കേട്ടോ മാനേജർ അവിടുന്ന് പറയുന്നത്. നമ്മുടെ രേവതിയുടെ എതിരാളിയായിട്ടുള്ള ആ സ്ത്രീ ഉണ്ടല്ലോ, അവള് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഞങ്ങളിവിടെ സാധാരണയായിട്ട് കൊടുക്കുന്ന ആളുടെ അടുത്ത് ഞാൻ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറയാണ് കേട്ടോ അവരുടെ അടുത്ത്, ആ മണ്ഡപത്തിലെ മാനേജർ. പക്ഷെ രേവതിയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാം സർ, ഇല്ല അതൊന്നും ഇവിടെ നടക്കില്ല, ഇത് അങ്ങനെ പുറത്ത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല, അങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണെന്നൊക്കെയാണ് കേട്ടോ അവരുടെ അടുത്ത് പറയുന്നത്. സർ, ഈ മണ്ഡപം ബുക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളും ഞങ്ങളാ ചെയ്യാണ്, ഇതാണ് ഇവിടെ സാധാരണയായിട്ട് നടക്കുന്ന സംഭവം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആ സ്ത്രീ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്താ സാർ ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ രേവതി തന്റെ എതിരാളിയെ നേരിട്ട് കാണുവാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ വരും മാഡം, ഇവര് മണ്ഡപം ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ സാധാരണയായിട്ട് നിങ്ങളാണ് ചെയ്യുന്നതെന്ന്. പക്ഷെ അവരാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് ഒരു പെൺകുട്ടിയെയും കൂട്ടിയിട്ടാണ് വന്നതെന്ന് പറയാണേ. ഇത് കേട്ട് ആ പെണ്ണുങ്ങള് ആ ഫാമിലിയുടെ അടുത്ത് പറയുന്നുണ്ട്, സർ സാധാരണയായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ എങ്ങനെയാ മാറ്റാൻ വേണ്ടി പറ്റുക, ഞാനാണ് ഇവിടെ ഡെക്കറേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അതുകൊണ്ടല്ല ഇവര് മറ്റൊരു സ്ഥലത്ത് ഡെക്കറേഷൻ ചെയ്തത് ഞങ്ങൾക്ക് ഇഷ്ടമായി, അതുകൊണ്ട് ഞങ്ങളുടെ മകളുടെ കല്യാണത്തിന് ഇവിടെ ഡെക്കറേഷൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇവിടെ അത് നടക്കില്ല, ഇവിടെ ഞാനാണ് ഡെക്കറേഷൻ ചെയ്യുന്നതെന്ന് പറയാണേ. ഞങ്ങളുടെ മകളുടെ കല്യാണത്തിന്
ഞങ്ങൾ പണം മുടക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ആരാ ചെയ്യേണ്ടെന്നുള്ള കാര്യം ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. അതെ, ശരി തന്നെയാണ്. ഒരു ദിവസത്തേക്ക് നിങ്ങൾ പണം കൊടുക്കുന്നു, അപ്പം മണ്ഡപം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡെക്കറേഷൻ എങ്ങനെയാ ചെയ്യേണ്ടെന്നുള്ള കാര്യം എന്റെ അടുത്ത് പറയൂ. ഞാനും നിങ്ങൾക്ക് കൊട്ടേഷൻ തരാം, അതുപോലെ അവൾ നിങ്ങൾക്ക് കൊട്ടേഷൻ തരട്ടെ. അതില് ആരാണ് നല്ല കൊട്ടേഷൻ നിങ്ങൾക്ക് തോന്നുന്നത് അവര് ചെയ്തോട്ടെ എന്നുള്ള കാര്യം പറയാൻ കേട്ടോ. അതിന് ആ ഫാമിലിയും സമ്മതിക്കുന്നുണ്ട്. അവര് പറയുന്നത് ശരി തന്നെയാണ്, നിങ്ങൾക്ക് എങ്ങനെയാ വേണ്ടതെന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് രേവതിയും പറയുന്നുണ്ട്. അങ്ങനെ മണ്ഡപം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണേ. മണ്ഡപത്തിനുള്ളിൽ പോയിട്ട് എവിടേക്കാണ് ഡെക്കറേഷൻ വേണ്ട കാര്യങ്ങളൊക്കെ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ആ സ്ത്രീ ശ്രദ്ധിക്കുന്ന പോലുമില്ല കേട്ടോ. രേവതി കറക്റ്റ് കണക്കൊക്കെ കൂട്ടി പൂവിന് എത്ര വിലയാവും എത്രയാവും അതിന്റെ ന്യായമായിട്ടുള്ള കൊട്ടേഷനാണ് രേവതി പറയുന്നത്. രേവതി ഫോണിൽ സംസാരിക്കുന്നതൊക്കെ ഈ സ്ത്രീ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരി ഇങ്ങനെ പ്രത്യേകിച്ച് കണക്ക് കൂട്ടലോ ഒന്നും വേണ്ട. അവരുടെ ഡെക്കറേഷന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒന്നും പുള്ളിക്കാരിക്ക് കേൾക്കണ്ട കേട്ടോ. ഇത് കണ്ട ആ മാഡത്തിന്റെ കൂടെയുള്ള ഒരു ജോലിക്കാരൻ ചോദിക്കുന്നുണ്ട്, മാഡം അവള് എല്ലാം ചോദിച്ച് കണക്കൊക്കെ കൂട്ടി കറക്റ്റ് ആക്കുന്നു, മാഡം എന്താ മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അവരൊരു പേപ്പറിനകത്ത് കൊട്ടേഷൻ എഴുതിയിട്ട് അവന്റെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ. രേവതി കണക്കൊക്കെ കൂട്ടി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ റേറ്റിനുള്ളിൽ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊട്ടേഷൻ കൊടുക്കുവാണേ. ആ റേറ്റ് കാണുമ്പോൾ എന്താ 1,20,000 ഇട്ടെന്ന് ചോദിക്കുകയാണേ. അതെ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി റേറ്റ് എല്ലാം വെച്ച് ഞാൻ വളരെ കുറച്ചിട്ടാണ് ഇട്ടെന്നുള്ള കാര്യം പറയുകയാണേ. ഇതെന്തായാലും നടക്കില്ല, ഞങ്ങളുടേത് ഒരു 80,000 രൂപയായിരുന്നു ബഡ്ജറ്റ്. ഇത് കേട്ട രേവതി പറയുന്നുണ്ട്, ആ ദിവസം മുഹൂർത്തം കൂടുതലുള്ളതാണ്, പൂക്കൾക്കൊക്കെ കുറച്ച് വില കൂടുതലാണ്. ഇത് കേട്ട രേവതി പറയുന്നുണ്ടോ, ഞാന് എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ലാഭമൊന്നും എടുത്തിട്ടില്ല. പൂവിനുള്ള വിലയും അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കൂലി എല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇത്രയും പണം പറഞ്ഞത്. ഞാൻ എന്റെ ലാഭം പോലും ഇതിനകത്ത് കൂട്ടിയിട്ടില്ല. കാരണം നിങ്ങൾ എന്റെ ജോലി ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ എന്നെ വിളിച്ചത്. എങ്കിലും കുറച്ച് കൂടുതലാണെന്നാണ് ഫാമിലി പറയുന്നത്. അപ്പോഴേക്കും മറ്റേ ആളാണെന്നുണ്ടെങ്കിൽ കൊട്ടേഷൻ കൊടുക്കുവാണ്. അത് കണ്ടിട്ട് ആ ഫാമിലി ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇവര് എന്ത് വിലക്ക് തരാന്നാണോ പറഞ്ഞത്? ആ കൊട്ടേഷന്റെ പാതി വിലയാണല്ലോ നിങ്ങൾ ഇട്ടത്. എന്താ രേവതി ഇത്? ഞങ്ങള് 80,000 രൂപയാ പറഞ്ഞത്, എന്നാ അവർ അതിനും കുറച്ചിട്ട് 60,000 രൂപയ്ക്ക് തരാന്നാണല്ലോ പറയുന്നത്. അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, നഷ്ടം വന്നു കഴിഞ്ഞാലും ആ ഓർഡർ ഒരിക്കലും കൈവിട്ട് പോവാൻ വേണ്ടി പാടില്ല. രേവതിക്ക് ആ ഓർഡർ കിട്ടരുത് എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് കേട്ട രേവതിക്കാണെങ്കിൽ ഒരു എന്താ പറയാ ഭയങ്കര ഷോക്ക് പോലെ ആവുകയാണേ. ഞാൻ എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ട് നല്ലൊരു വിലയാണ് നിങ്ങൾക്ക് പറഞ്ഞത്, എന്നാ അതിനും കുറച്ചിട്ട് എങ്ങനെ ഇവർ ചെയ്തു തരുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവര് പറയുന്നത് ഇവർക്ക് ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡിൽ നിന്നാണ്. പക്ഷേ ഇവര് പറയുന്നത് കണ്ടു കഴിഞ്ഞാല് ഇവർക്ക് ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം എനിക്കുണ്ടെന്ന് പറയാണേ. ഇത് കേട്ടിട്ട് അവര് ആദ്യം ഒന്ന് ഷോക്ക് ആവുന്നുണ്ടെങ്കിലും പിന്നെ ചിരിച്ചിട്ട് അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണല്ലോ. ഞാനെന്തോ പറ്റിക്കുന്നത് പോലെയാണല്ലോ ഈ പെണ്ണ് പറയുന്നത്. ഇവൾക്ക് എന്തോ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ഇവളുടെ എക്സ്പീരിയൻസിന്റെ സംസാരം എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇവള് മാർക്കറ്റിൽ പോയിട്ട് പൂ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 300 രൂപയ്ക്കായിരിക്കും 1 കിലോ പൂ കൊടുക്കുന്നത്. അത് എനിക്ക് 200 രൂപയ്ക്ക് തരും. കാരണം ഈ ഫീൽഡിൽ എനിക്ക് ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഇങ്ങനെ എല്ലാ സാധനങ്ങൾക്കും എനിക്ക് കുറച്ച് വിലക്ക് കിട്ടും, അത്രയുള്ള കാര്യം. പാവം ഈ കുട്ടി ഈ ജോലിയിൽ ആദ്യമായിട്ടല്ലേ, അതുകൊണ്ടാണ് ഇവൾക്കൊന്നും അറിയാത്തത്. അങ്ങനെയൊന്നുമില്ല, എന്തായാലും ഈ വിലക്ക് ഇവർക്ക് ചെയ്തു തരാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുകയാണെ. അവര് ചെയ്തു തരാന്നുള്ള കാര്യം പറഞ്ഞല്ലോ, അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റാത്ത കാര്യം അവർ ചെയ്തു തരുന്നുള്ള കാര്യം പറയുമോ എന്ന് ചോദിക്കാണ് കേട്ടോ ആ ഫാമിലിയിലുള്ള ആൾക്കാര്. ഇനി ചെറിയ എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് രേവതിയെ അപമാനിച്ചു വിടുന്ന രീതിയിലാണ് കേട്ടോ അവിടുന്ന് അവര് സംസാരിക്കുന്നത്. ഇത് കണ്ടിട്ട് മറ്റേ സ്ത്രീക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. പോകുന്നതിന് മുമ്പായിട്ട് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇത് വലിയ ഫംഗ്ഷൻ അല്ലേ, നീ ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ, 10-15,000 രൂപയ്ക്കൊക്കെ ചെറിയ ചെറിയ ഫംഗ്ഷനൊക്കെ കിട്ടും, അതൊക്കെ ചെയ്തിട്ടൊന്ന് ഫീൽഡിലേക്ക് ഇറങ്ങി വാ, എന്നതിന് ശേഷം ആവാട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ രേവതി കൂടുതൽ അവരുടെ അടുത്ത് സംസാരിക്കാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. ആ വന്നിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നാണ് തോന്നുന്നത് വെച്ചാൽ ചെയ്യിപ്പിച്ചോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോവുകയാണേ. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ പെണ്ണുങ്ങൾ രേവതിയുടെ എതിരാളിയായി നിൽക്കുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ സ്റ്റാഫ് തന്നെ ചോദിക്കുന്നുണ്ട്, ആ കറക്റ്റ് ആയിട്ടാണല്ലോ പെൺകുട്ടി കൊട്ടേഷൻ കൊടുത്തത്, മാഡം ആണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് അല്ലായിരുന്നോ ഈ ഓർഡർ കൊടുക്കുക, എന്നിട്ട് ഇപ്പൊ എന്താ കുറച്ച് കൊടുക്കുന്നത്? അത് എനിക്കറിയില്ലടാ, എനിക്ക് ഈ ഓർഡർ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അവൾക്ക് ഈ ഓർഡർ കിട്ടാൻ വേണ്ടി പാടില്ല. വീണ്ടും അവൾ ഈ മണ്ഡപത്തിന്റെ പരിസരത്ത് പോലും വന്നു വരുത്, അതിനു വേണ്ടിയിട്ടാണ്. ഇത്രയും പൈസക്ക് നമ്മളെങ്ങനെയാ ചെയ്തു കൊടുക്കുക? ആരാടെ ഇത്രയും പൈസക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പോകുന്നത്? കല്യാണത്തിന്റെ തലേ ദിവസം പൂക്കളൊന്നും കിട്ടാനില്ല, മറ്റു സ്ഥലത്തുനിന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് മിനിമം ഞാൻ 1.5 ലക്ഷം രൂപയെങ്കിലും മേടിക്കും. കല്യാണത്തിന്റെ തലേ ദിവസം ആകുമ്പോൾ അവർക്ക് നോ പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. നമുക്ക് എതിരാളിയായിട്ട് ആരും വരാൻ വേണ്ടി പാടില്ല, അതിനു വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്ക് രേവതി ആണെങ്കിൽ വിഷമിച്ചുകൊണ്ട് താഴേക്ക് വരുമ്പോൾ ആ മണ്ഡപത്തിൽ അടിച്ചുവരി തുടയ്ക്കുന്ന ഒരു ചേച്ചി ഉണ്ട് കേട്ടോ. ആ ചേച്ചി പറയുന്നുണ്ട്, ഈ ഓർഡർ നിനക്ക് തരാതെ അവള് ഒപ്പിച്ചെടുത്തിട്ടുണ്ടാവും അല്ലേ, ഇങ്ങനെ തന്നെയാണ് ഇവിടെ വരുന്നവർക്ക് ആർക്കും കൊടുക്കില്ല, അവളുടെ സാമ്രാജ്യം പോലെയാണ് അവള് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവളുടെ ഒരു സ്വഭാവം എന്താണെന്നറിയോ, ഏതെങ്കിലും വീട്ടില് മരണം നടക്കുമല്ലോ, അതും ദുർമരണങ്ങള്, അങ്ങനത്തെ വീടുകള് ആരും മേടിക്കില്ല, ഇവളെന്ത് ചെയ്യും, അത് പാതി പൈസക്ക് വാങ്ങിച്ചെടുക്കും. എന്നിട്ട് 1 വർഷം കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് പെയിന്റ് ഒക്കെ അടിച്ചിട്ട് അതിന്റെ ഇരട്ടി വിലയ്ക്ക് അവള് വിൽക്കും. അവള്
പാവപ്പെട്ടവരുടെ ചൂഷണം ചെയ്തിട്ട് പണം ഉണ്ടാക്കുന്നവളാണ്. ഇത് വിട്ടേക്ക് മോളെ, നീ എന്തായാലും അവളുടെ അടുത്ത് കുറച്ച് ജാഗ്രതയായിട്ട് ഇരിക്കണം എന്നൊക്കെ പറയുകയാണേ. പിറ്റേ ദിവസമാണ് കേട്ടോ എല്ലാവരും കൂടി ചേർന്നിട്ട് സ്തുതി മേടിക്കാൻ വേണ്ടി പോകുന്ന ആ വീട്ടിലേക്ക് പോകുന്നത്. തലേ ദിവസം തന്നെ എല്ലാവരും പാക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. രേവതി ഇരുന്ന് പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ സാധാരണയായിട്ട് ചോദിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് എങ്ങനെ ഇരുന്ന് പൂ കെട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നാളെ രാവിലെ എങ്ങനെ പോകാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ നേരത്തെ ചന്ദ്ര. ഞങ്ങൾ പൂവൊക്കെ കൊടുത്തിട്ട് ഞാനും സച്ചേട്ടനും കൂടിയിട്ട് അങ്ങോട്ട് എത്തിക്കൊണ്ട് നിങ്ങൾ ആദ്യം പോയിക്കൊള്ളാൻ വേണ്ടിയിട്ട് ചന്ദ്രയുടെ അടുത്ത് രേവതി പറയുന്നുണ്ട്. ഓ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ സച്ചിൻ രേവതി ഒഴികെ ബാക്കി എല്ലാവരും ആ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വീട് കണ്ടിട്ട് തന്നെ ചന്ദ്രയുടെ കണ്ണ് തള്ളുന്ന രീതിയിലാണ് കേട്ടോ. ഇത്രയും വലിയ വീടാണല്ലോ. അതുകൊണ്ട് തന്നെ അങ്കിൾ എങ്ങനെയുണ്ട് വീടെന്നൊക്കെ ശ്രുതി ഭയങ്കര എക്സൈറ്റഡ് ചോദിക്കുമ്പോ പുറമേയൊക്കെ കൊള്ളാം, ഉള്ളിൽ കയറി നോക്കിയാലല്ലേ അറിയാൻ വേണ്ടി പറ്റുള്ളൂ എന്നൊക്കെ പറയാണ്. ചന്ദ്രയുടെ ഈ കളിയൊക്കെ കാണുമ്പോൾ വർഷയ്ക്ക് അത്ര അങ്ങ് തേക്കുന്നൊന്നുമില്ല കേട്ടോ. ഉള്ളിൽ കയറിയിട്ട് എത്ര വലിയ വീടാണിതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആന്റി ബംഗ്ലാവ് പോലെ ആവുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ആ ഓണർമാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ചന്ദ്രയും പൊക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും ചെറിയ പ്രായത്തിൽ എങ്ങനെയാണ് ഇത്രയും വലിയൊരു നിലയിൽ എത്തിയെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ അമ്മയുടെ മുഖം കണ്ടപ്പോഴാണ്, നിങ്ങളുടെ അമ്മയുടെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി കടാക്ഷം ഉള്ളത് പോലെയുണ്ട്. ചന്ദ്രയെ പൊക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. കാരണം ചന്ദ്രയെ കണ്ടപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, കുറച്ച് അത്യാഗ്രഹിയാണ് എന്നുള്ള കാര്യം. ആ ഒരു ഒറ്റ വാക്കിന്റെ പുറത്ത് ചന്ദ്ര അങ്ങ് വീഴുന്നുണ്ട് കേട്ടോ, മൂക്കും കുത്തി. അങ്ങനെ അവര് സംസാരത്തിന്റെ ഇടയ്ക്ക് ആ ഓണർ എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ, അവര് പറയുന്നുണ്ട് നല്ല നേരം കഴിയുന്നതിന് മുമ്പ് ചാവി കൊടുക്കണോ എന്ന്. ലോൺ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇതിനകത്തൊന്ന് സൈൻ ചെയ്ത് തരണമെന്ന് പറയുമ്പോൾ സുധി ചെന്നിട്ട് സൈൻ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. സൈൻ ചെയ്തതിന് ശേഷം സുധിയുടെ കയ്യിലേക്ക് ചാവി കൊടുക്കുകയാണ് കേട്ടോ അവർ ആദ്യം ചെയ്യുന്നത്. അപ്പോഴേക്കും സുധി കൊണ്ടുവന്ന ബാഗിനകത്ത് നിന്ന് പണം എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ചന്ദ്രയാണെങ്കിൽ എന്റെ മോന്റെ കയ്യിൽ ഇത്രയും പണമൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു മുഖത്തുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഒന്ന് കാണണം കേട്ടോ. അമ്പലത്തിൽ വെച്ചിട്ട് 5 lakhs തന്നിട്ടുണ്ടായിരുന്നല്ലോ, ബാക്കി 25 lakhs ആണ്. ഓക്കെ. അങ്ങനെ വൈഫിന്റെ അടുത്ത് പറയുന്നുണ്ട് ഇത് നമ്മുടെ കോപ്പിയാണ്, ഇതെല്ലാം ഭദ്രമായിട്ട് തന്നെ എടുത്ത് വെക്കണം, ക്യാഷും എടുത്തിട്ട് ബാഗിൽ വെക്കുന്ന പറയണേ. അവർക്കിനി ധൃതിയാണ്, പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെടണമല്ലോ. ഇവര് കള്ളന്മാരാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ പണമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ധൃതി കാണിക്കുന്നുണ്ട് കേട്ടോ അവര്. ശരി, ഞങ്ങൾ എന്തായാലും ഇപ്പൊ തന്നെ ഇറങ്ങുവാണ്. അതെന്താ നിങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങുന്നതെന്ന് ചോദിക്കുവാണേ. ഞങ്ങൾക്ക് ഈവനിങ്ങിലാണ് ഫ്ലൈറ്റ് ഉള്ളത്, അതുകൊണ്ട് ഇപ്പൊ തന്നെ പോകണം. ശരി, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒരു ബ്രദറും കൂടി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? സച്ചിയുടെ കാര്യം കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ആർക്കും വലിയ താല്പര്യമില്ലാത്ത മട്ടില് അവൻ ഇനി വരും എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങുമോ എന്ന് പറഞ്ഞിട്ട് അവർ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. പോകുന്നത് ഒരു ടാക്സി വണ്ടിക്കകത്താണ് കേട്ടോ. ആ ടാക്സി വണ്ടിയിൽ അവരങ്ങ് പോകുന്ന സമയത്താണ് സച്ചി രേവതിയും കൂടി സച്ചിയുടെ വണ്ടിയിൽ ഇങ്ങോട്ട് കയറി വരുന്നത്. വന്ന ഉടനെ തന്നെ 2 വണ്ടിയും ഒരേ രീതിയിൽ ഇങ്ങനെ വരുവാണ് കേട്ടോ. അവർ ഓണടിക്കാതെ വന്നുകൊണ്ട് തന്നെ സച്ചി അടിയുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആ ഓണർ എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് പ്രശ്നമൊന്നുമില്ല, സോറി ഞങ്ങളുടെ ഭാഗത്തുള്ള തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് വേഗം അവിടുന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ ശബ്ദം കേട്ട് സുധിയും എല്ലാവരും പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. അവര് പറയുന്നുണ്ട് അച്ഛ കണ്ടില്ല അച്ഛ, വന്ന ഉടനെ തന്നെ സച്ചി ഓണറുമായിട്ട് അടിയുണ്ടാക്കുന്നതെന്നൊക്കെ പറയാണ്. പക്ഷെ ഓണർമാരാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർ എടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് വാവച്ചിട്ട് ചുമ്മാതിരിക്കാൻ വേണ്ടിയിട്ട് അറിയില്ല, വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവര് വണ്ടി എടുത്തിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ സച്ചി കാർ എടുത്തിട്ട് അവിടെ ഫ്രണ്ട് കൊണ്ട് ഇറങ്ങുമ്പോൾ നീ എന്തിനാടാ അവരുമായിട്ട് അടിയുണ്ടാക്കുന്നത്, അവര് ഓണടിക്കാതെ റോങ് സൈഡിൽ കയറി വന്നതെന്ന് സച്ചി പറയുന്നുണ്ട്. എടാ അവർ ഈ വീടിന്റെ ഓണർ ആണെടാ, അവരുമായിട്ടാണ് നീ അടിയുണ്ടാക്കുന്നത്. ഇത് കേട്ട സച്ചി ചോദിക്കുന്നുണ്ട് അവരാണോ ഈ വീടിന്റെ ഓണർ? ഇത് കേട്ട സച്ചി ഇത്രയും വലിയ വീടിന്റെ ഓണർ ആണെന്ന് പറയുന്നു. എന്നിട്ട് അവര് വാടകക്കാരിലാണല്ലോ പോയത്. അവര് വാടകക്കാരിലാണ് പോയെന്നുള്ള കാര്യം സച്ചി നിനക്ക് എങ്ങനെ അറിയാമെന്ന് ശ്രുതി ചോദിക്കുമ്പോ അവര് യെല്ലോ ബോർഡുള്ള കാറിനകത്താ പോയത്, അതുപോലും അറിയില്ലെന്ന് തിരിച്ച് സച്ചി ചോദിക്കുന്നുണ്ടേ. അവര് എയർപോർട്ടിൽ പോവാണ്, റെന്റ് കാർ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്, ഇതാണോ നീ ഇത്ര വലിയ കാര്യമായിട്ടൊക്കെ സംസാരിക്കുന്നതൊക്കെ ചോദിച്ചിട്ട് സച്ചിയുടെ വായ അടപ്പിക്കാനോട്ടോ സുധി. സച്ചിയുടെ നോട്ടൊക്കെ കാണുമ്പോൾ എന്ത് പറ്റി സച്ചി, നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നതെന്ന് ചോദിക്കുകയാണെ. അച്ഛാ അയാളെ കണ്ടിട്ട് എനിക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്, അയാൾ എന്തോ വീട് ഇവന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകുന്ന പോലെയാണെന്ന് തോന്നുന്നത്, അയാളൊരു ഫ്രോഡാണെന്ന് തോന്നുന്നു. എന്തായാലും അയാളെ പുറകെ ചെന്നിട്ട് ഞാൻ കാര്യം അന്വേഷിക്കാന്നൊക്കെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ 5 കോടിയുടെ വീട് 3 കോടിക്ക് അയാൾ തരാന്ന് പറഞ്ഞു, ഇപ്പൊ 30 ലക്ഷം രൂപയെ കൊടുത്തുള്ളൂ, നീ വെറുതെ ചുമ്മാ ഓരോന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കരുത് സച്ചി എന്നാണ് കേട്ടോ സുധി പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അയാളൊരു ഫ്രോഡാണെന്നുള്ള സംശയം തോന്നുന്നുണ്ട്. പക്ഷെ സച്ചി കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല കേട്ടോ. കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് സീനുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അവർ 2 ദിവസം അവിടെ താമസിക്കുന്നുണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ട് ആ വീടിന് പുതിയ പേര് വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ആ വീടിന്റെ യഥാർത്ഥ ഓണർ അവിടേക്ക് വരുന്നതും ഇവര് പറ്റിക്കപ്പെട്ടു എന്നുള്ള സിറ്റുവേഷൻ മനസ്സിലാവുന്നതും. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്